ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ കസിൻ്റെ മധുരം വെപ്പിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടത്. കുറേ പേരൊക്കെ കണ്ടു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കല്യാണത്തെ ദിവസത്തെ ആയിരിക്കും കേട്ടോ. ഒരുപാടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എന്നാലും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കല്യാണ ചെറുക്കൻ്റെ ചേച്ചി. എന്നെയും ചേച്ചീനെയും മമ്മീനെയും ആൻറ്റീനെയും ഒക്കെ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യന്മാരാണ് കേട്ടോ ഇവർ. നന്നായി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തത് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ആദ്യമായിട്ടാട്ടോ, എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടില്ല അങ്ങനെ. ഇത് ചേച്ചിയുടെ മോളാണ് മെർലിൻ. ഇതായിരുന്നു എൻ്റെ അവസാനത്തെ ഹെയർ സ്റ്റൈൽ. അടിപൊളിയായിട്ടില്ലേ ഗൈസ്? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കേസരിയും ഉപ്പുമാവുമായിരുന്നു അന്ന്. തെന്നിനാണെങ്കിൽ തീരെ ഉറങ്ങിയിട്ടില്ല രാത്രിയൊന്നും. ഇത് ചേച്ചി എടുത്തു കൊടുത്ത ഡ്രസ്സാണ്, കുറച്ച് ലാർജ് സൈസായിരുന്നു. പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി അങ്ങനെ അവളൊന്ന് സെറ്റായി. പക്ഷെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ് അന്നത്തെ ദിവസം മുഴുവൻ ഓടി നടക്കാൻ. പിന്നെ ടീന ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നൊക്കെ വെച്ച് ക്രോസ് ചെയ്ത് കുറേ കുത്തി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു. അങ്ങനെ എൻ്റെ സുന്ദരി കുട്ടി റെഡിയായി. ടീന ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു ചേച്ചി, നല്ല ഡ്രസ്സായിരുന്നു. ഒരുപാട് ദിവസം അവിടെ നിൽക്കാൻ പറ്റിയില്ല ഗൈസ്. പ്രശാന്തേട്ടനും ജോലിയുള്ളത് കാരണം ഞങ്ങൾ വേഗം അവിടെ നിന്ന് മടങ്ങി. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇറങ്ങി. ഞാനും വരുന്നുണ്ടെന്ന് പറ. കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ മമ്മിയാണ് കുറേയൊക്കെ വാരി കൊടുത്തത്. അത് കഴിഞ്ഞപ്പം പ്രശാന്തേട്ടൻ തേജുവിനെയും തനീഷിനെയും റെഡിയാക്കുമായിരുന്നു. ഇതാണ് ഷൈജു അച്ഛൻ, ഇന്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് പോയി എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളുടെ മണവാളൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ സുഹൃത്തുമായ സുജയിനെ കുറച്ച് നേരം വീഡിയോ എടുത്ത് വെറുപ്പിക്കാമെന്ന് വിചാരിച്ച് അവനെയും ഞാൻ കുറേ എടുത്തു ഗൈസ്. അങ്ങനെ പിന്നെ ഭയങ്കര തിരക്കായി കേട്ടോ. രാവിലെ മന്ത്രപൊടി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു, അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഉറപ്പാക്കുകയാണ് എല്ലാം ഉണ്ടല്ലോ, എടുത്തിട്ടുണ്ടല്ലോ എന്ന്. ഗ്രൂമിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഈ ഒരു പിങ്ക് കളർ ഷർട്ടായിരുന്നു. പ്രശാന്തേട്ടൻ ആ കളർ ഷർട്ട് എടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ്, കാരണം എൻ്റെ സാരി ആ കളറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലി കോംബോ ആകുമെന്ന് വിചാരിച്ചിട്ട് പ്രശാന്തേട്ടൻ മാത്രം ആ കളറല്ല ഇട്ടത്. ബ്രൈഡിൻ്റെ കൂടെ ഉള്ളവരും പിങ്ക് ആയിരുന്നു ഉദ്ദേശിച്ചത്. മന്ത്രപ്പൊടിയും പിങ്ക് കളറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ആക്ച്വലി തെന്നൂസ് ബ്രൈഡിൻ്റെ ഫ്ലവർ ഗേളായിരുന്നു, പക്ഷെ അവൾ അടങ്ങി നിന്നില്ല ഗൈസ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എനിക്കെല്ലാം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളും സ്തുതിയൊക്കെ കൊടുത്ത് അവനെ പ്രാർത്ഥനയോടെ പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ്റെ കൂടെ ഞങ്ങൾ പോവുകയാണ് പള്ളിയിലേക്ക്. മമ്മി ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു. കുറേയൊക്കെ മമ്മിയാണ് തിന്നുവിനെ മാനേജ് ചെയ്തത്. ഞങ്ങളും മമ്മിയും ഞാനും പ്രശാന്തനും പിന്നെ സുജയും വേറൊരു അപ്പച്ചനും കൂടിയായിരുന്നു കാറിൽ. തെന്നു ഭയങ്കര ടയേർഡാണ്, കാരണം തെന്നുവിന് ഭയങ്കര കോൾഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ഓൾറെഡി നീതുവിൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ് പള്ളിയിലേക്ക്. ലിബിനച്ചനാണ് ഇവിടെ ആയിരിക്കുക. നമുക്കറിയാം സുന്ദരമായ ഒരു സുദിനമാണ്. ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പ്, ഒരുപാട് നാളുടെ പ്രാർത്ഥന. ആ കാത്തിരിപ്പ് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നീതുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? നീതു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തേജിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും.
അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഓഡിറ്റോറിയത്തിൽ വമ്പൻ സ്വീകരണമായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, കാരണം ഞാനും അവരുടെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റിയില്ല, അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാനും പറ്റിയില്ല. ഫോണും ചത്തിരിക്കുകയായിരുന്നു, ചാർജ് കുറവായിരുന്നു. അങ്ങനെ നീതുവിൻ്റെയും തേജുവിൻ്റെയും ഫാമിലി അവർ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സെറിമണിയും അങ്ങനെ കുറച്ച് പരിപാടികളായിരുന്നു സ്റ്റേജിൽ. അത് കഴിഞ്ഞിട്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് കേക്കും വൈനും ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാലയൊക്കെ ഇട്ടതിന് ശേഷമായിരുന്നു അവർ ഡ്രസ്സൊക്കെ മാറാൻ പോയത്. ഡ്രസ്സ് മാറുന്നതിൻ്റെ ഇടയിൽ തന്നെ അടിപൊളിയായിട്ടൊരു കേക്ക് സെർവ് ചെയ്തു. പിന്നെ വൈനുണ്ടായിരുന്നു, എല്ലാവർക്കും ഓരോ ചെറിയൊരു ഗ്ലാസ് വൈനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ കണ്ട് സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം തേജുവിനെ പള്ളിയിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എടുത്തു പോക്കി അവിടെ കൊണ്ടുവന്നിരുത്തി. അത് കഴിഞ്ഞ് നീതുവും വന്നു. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പം പരിപാടി കഴിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ഇവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് നൈറ്റിൻ്റെ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തു. ഞാനും ചേച്ചിയും കൂടിയായിരുന്നു. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ റെഫർ ചെയ്തിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടപ്പം കുറച്ച് നല്ല വൈബൊക്കെ തോന്നി. അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്ക് ഒരു ടാസ്ക് ഒക്കെ കൊടുത്തായിരുന്നു. കൈസ നിങ്ങൾ കണ്ടോളൂ. പറ്റുന്നില്ലല്ലോ. ഡേറ്റ് ഓഫ് ബർത്ത് അവളിന്ന് വീട്ടിൽ പോകും കേട്ടോ. സ്കോർ മുഴുവൻ അടിച്ചത് നീതുവായിരുന്നു. പിന്നെ തേജുവിന് അവസാനം ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവനൊരു കലക്കം പാട്ട് പാടി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് യൂഷ്വൽ ചടങ്ങ് പെണ്ണിനെയും ചെറുക്കനെയും കൂടെ റൂമിലേക്ക് കയറ്റിവിടുന്ന ചടങ്ങായിരുന്നു. അപ്പം എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും പോവുമായിരുന്നു. ഞങ്ങൾ റൂമിലേക്കും പോയി അവരെ രണ്ടുപേരും അങ്ങോട്ട് കയറ്റി കിടത്തുകയും ചെയ്തു. അവരുടെ ടാസ്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഈ കല്യാണത്തിൻ്റെ ദിവസത്തെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ പുതുമുടികളെയും കൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ എവിടെ പോയി എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. എടാ, your task is keep those flowers till the morning. ഇങ്ങനെ തന്നെ